ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്. പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും എടുക്കുന്നില്ല. എന്താ സിറ്റുവേഷൻ, നെക്സ്റ്റ് ആക്ഷൻ, അവരുടെ കറൻറ്റ് തോട്ട്സ് എന്താണെന്നൊക്കെയുള്ളതാണ് നോക്കുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പേജ് ഓഫ് കപ്സ് എന്ന കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നത്. നിങ്ങളിപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഹാപ്പി സർപ്രൈസ് കിട്ടും എന്നുള്ളത്. അവർ ഡ്രീം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു കോണ്ടാക്റ്റിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തവരായിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഹാപ്പി സർപ്രൈസ് തരണമെന്ന്. ഇപ്പം കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കാം. സോ ഇവിടെ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും, പോസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ സിംഗിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു റിലേഷൻഷിപ്പ് വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ബ്രേക്കപ്പ് സംഭവിച്ച് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് കരുതി ഇനി പുതിയത് ഏതെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന കാണുന്നുണ്ട് കേട്ടോ. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പം ഇവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മേ ബി അത് നിങ്ങൾക്ക് കിട്ടും. ഹാപ്പി സർപ്രൈസ് ആണത്. നിങ്ങളെ സംബന്ധിച്ച് അത് ഹാപ്പി സർപ്രൈസ് ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർ അത് ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം ഡ്രീം ചെയ്യുന്നുണ്ട്. 2 ഓഫ് വൺസ് എന്ന കാർഡാണ്. പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വോൾട്ടേജ് കുറഞ്ഞു കൂടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പം ഡിസിഷൻ എടുക്കാത്ത ഒരാളാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഡിസിഷൻ എടുത്തിട്ടില്ല, നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഡിസിഷൻ എടുക്കാൻ തുടങ്ങുകയാണ്, ഡിസിഷൻ എടുക്കുകയാണ്. കാരണം ഈ ഒരു കാർഡും ഹാപ്പിനെസ് തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ ഒരു ഗോളാണ് നിങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവരുടെ ഡ്രീമിൽ ഒന്ന് തന്നെയാണ്. മേ ബി നിങ്ങൾ ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വളരെയധികം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അത് കോണ്ടാക്ട് കുറേ നാളായിട്ടില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല, ദൂരെ ആയിരിക്കാം, അബ്രോഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പം അവർ ഡിസിഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹാപ്പിനെസ് തന്നെയാണ്. അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദാറ്റ് മീൻസ് നിങ്ങളെ അവരൊരു ഗോളായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ളൊരു ട്രാവലൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എല്ലാം പ്ലാനിങ് ആണ് അവർക്കിപ്പോൾ. അവരത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് ഓഫ് സോർട്സ് എന്നൊരു കാർഡാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂരിയോസിറ്റി ആണ് ഈ പേഴ്സണ്. പുതിയ പുതിയ ഐഡിയാസുകൾ, ഞാൻ പറഞ്ഞില്ല, അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്, പ്ലാൻസ് ഉണ്ടാക്കുകയാണ്. സോ ഇവിടെ പുതിയ പുതിയ ഐഡിയാസുകൾ അവർക്ക് വരിക. ഇതും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. സോ നിങ്ങൾ ബ്ലോക്കൊക്കെയാണ്, ഈ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ ഏത് തരത്തിലും അങ്ങോട്ട് കടത്തിവിടാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ന്യൂസ്, ഓക്കെ, മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ ആയിരിക്കാം, എന്തോ സംതിങ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എംബ്രസ് കാർഡാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ കാർഡാണ്. ഓക്കെ, ഈ കാണുന്നത് ഭൂരിഭാഗവും ചിലപ്പോൾ ഫെമിനിൻ എനർജി ആയിരിക്കാം, വുമൻസ് ആയിരിക്കാം, അതായത് ലേഡീസ് എനർജി ആയിരിക്കാം. പക്ഷേ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അതായത് നിങ്ങൾ പെട്ടെന്ന് സ്നേഹിക്കുമ്പോൾ വീണ് പോകുന്ന ആളുകളായിരിക്കാം, സെൻസിറ്റീവ് മനസ്സുള്ള ആളുകളായിരിക്കാം. എന്താണെങ്കിലും
ഇവിടെ ഈ ഒരു എംപ്രസ് കാർഡ് കാണിക്കുന്നത് ഗ്രോത്തിനെയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇവർ ഡ്രീം ചെയ്യുന്നത്, ഒരു സർപ്രൈസ് ചെയ്യാൻ ഡ്രീം ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ കുറേ നാളായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട് നിങ്ങളിപ്പം ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നൊക്കെ ആണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ നല്ല പ്രോപ്പറായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു നല്ലൊരു ലവ് റിലേഷൻ കൊണ്ടുവന്നിട്ട് ദെൻ ആ ഒരു റിലേഷൻ മിസ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഇപ്പോൾ ഇല്ല, അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കാരണം അവരൊരു ഗുഡ് പാരൻറ്റിങ് ആവാൻ പോവാണ്. ദാറ്റ് മീൻസ് അവരൊരു ഗുഡ് പേഴ്സൺ ആകാൻ പോവാണ്. നിങ്ങൾക്ക് തരാതിരുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാതെ അവർ ബൗണ്ടറി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്നേഹം അവർ തരാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് വൺസ് ആണ്. കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് ഈ പേഴ്സൺ. ഇത്രയും നാളും ഈ പേഴ്സൺ കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു ജഗ്ലിംഗ് അവസ്ഥ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അവസ്ഥയൊക്കെ ആയിരിക്കും, ഒരു കോൺഫിഡൻ്റ് അല്ലാത്തൊരവസ്ഥയായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തീരുമാനം എടുക്കുകയാണ്, ഫോക്കസ്ഡ് ആവുകയാണ്. അവരുടെ ലൈഫിൽ എന്താണോ അവർക്ക് മെയിൻലി വേണ്ടത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, നിങ്ങളൊരു ഗോളാണ് അവർക്ക്, നിങ്ങളെ നേടിയെടുക്കണം. ഗോൾ എന്ന് പറയുമ്പം നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് തന്നെയാണ് ഇവിടെ നിങ്ങളും ആ പേഴ്സണ്. അപ്പം ഈ പേഴ്സൺ അത് ഫോക്കസ്ഡ് ആക്കുകയാണ്, അവർ വളരെയധികം ഫോക്കസ്ഡ് ആക്കുകയാണ്. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, തീരുമാനം എടുക്കും. എന്ത് സിറ്റുവേഷൻസും ഇടയിലുണ്ടെങ്കിലും അവർ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. 10 ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഹാപ്പി കാർഡാണ്, ഒരു ഫുൾഫിൽമെൻറ്റ് കാർഡാണ്, സ്റ്റെബിലിറ്റി കാർഡാണ്. ഓക്കെ, കോൺഫിഡൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുമ്പം ഇതിപ്പം മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അല്ലാതെ നോക്കുകയാണെങ്കിലും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണെങ്കിലും, നോ കോണ്ടാക്റ്റ് ആണെങ്കിലും, ഇപ്പം പ്രശ്നങ്ങളാണെങ്കിലും, എന്താണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ നിങ്ങളുടെ ഈ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു ആളുമായിട്ട്. ഫാമിലിയാണ് കാണിക്കുന്നത്. ഒരു മാരേജ് കാർഡാണത്. മാരേജൊക്കെയാണ്, നിങ്ങൾ മാരേജിൻ്റെ പക്കത്തൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂ, അതായത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയോ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇവർ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് ഇപ്പം. സോ ഒരു ഹോം ആക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഒരു ഹോം ആക്കാൻ. അതുപോലെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് ഇവർ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനാണ് നമ്മൾ ഇത്രയേരം പറഞ്ഞത്. അവരുടെ കറൻറ്റ് എനർജിയാണ് ഇതെല്ലാം തന്നെ. നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോൾ, അതാണ് അവരുടെ കറൻറ്റ് എനർജി മെയിൻലി ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആൻഡ് അവരുടെ നെക്സ്റ്റ് ഡിസിഷനാണ് നിങ്ങളെ തിരിച്ചെടുക്കണം, അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേഴ്സൻ്റെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണ്? ക്യൂൺ ഓഫ് സോർട്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഈ പേഴ്സൺ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ജസ്റ്റിസ് നടക്കുന്ന സമയമാണിപ്പം. അതായത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന സമയമാണ്. ഇത്രയും നാളും അവരെന്താ ചെയ്തതെന്നുള്ളൊരു ബോധം ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം ഈ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിപ്പം ഒരു ജസ്റ്റിസ്, ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുമ്പം അവർക്ക് ക്ലാരിറ്റി കിട്ടുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. സോ അത് നല്ല കാര്യമാണ്. കാരണം ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് എവിടെയാണ് ശരി, ഏതായിരുന്നു ശരി എന്നുള്ളത് അവർ ആലോചിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ബൗണ്ടറി അവരുടെ ഇടയിലുണ്ട്. ബട്ട് ആ ഒരു ക്ലിയർ ബൗണ്ടറി നിങ്ങളിലേക്ക് വെച്ചിട്ടുള്ളത് അവരെടുത്ത് മാറ്റും എന്നുള്ളതാണ്. ബാക്കി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെല്ലാം അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ ഉള്ളിൽ ആത്മാർത്ഥമായി കിടക്കുന്ന എന്താണോ അതിലേക്കാണ് ഇപ്പം അവർ ഫോക്കസ്ഡ് ആവുന്നത്. അത് അവർക്ക് ക്ലാരിറ്റി കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ മൈൻഡ് ആകുന്നുണ്ട്. ഇവർ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ അത് വളരെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഹെർമിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സോൾ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലൈഫിൽ സിറ്റുവേഷനാണ്, അവരുടെ ലൈഫിൽ ഒരു സോൾ സെർച്ചിങ് നടക്കുന്നത്. ഇവർ പോലും അറിയുന്നുണ്ടാവില്ലായിരിക്കും ഇവരുടെ സോൾ ആയിരിക്കാം ഈ ഒരു സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ ഈ പേഴ്സൺ ഒരു
സെൽഫ് ലവിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക. സ്പിരിച്വാലിറ്റിയിലേക്ക് ഇവർ സെൽഫ് ലവ് ചെയ്ത് സ്വന്തം കാര്യത്തിന് പ്രിയോറിറ്റി കൊടുത്തൊരു വ്യക്തി ആയിരിക്കാം. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവനവന് പ്രിയോറിറ്റി കൊടുക്കുക, നമുക്ക് സമയം തരുന്ന ആളുകൾക്ക് നമ്മളും സമയം കൊടുക്കണം എന്നൊക്കെയുള്ള ബോധം ഇപ്പോൾ ഈ പേഴ്സൺ ഉണ്ട്. സോ ഇത് സ്പിരിച്വാലിറ്റി, ഈ ഒരു സെൽഫ് ലവ് കാർഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ കണക്റ്റ് ആയിട്ട് വരുമ്പം ഈ പേഴ്സൺ പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ക്ലിയർ മൈൻഡ് ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, ഒരു 1 കാർഡും കൂടി എടുക്കാം. ഏസ് ഓഫ് വാൺസ് ആണ്. നൈസ്. അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് ആണ്. ഇപ്പം പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഈ പേഴ്സണ് കിട്ടുന്നുണ്ട്. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പം എന്തെങ്കിലും ജോബിൻ്റെ കാര്യം, കരിയർ സെറ്റ് ആവാതെയൊക്കെ നിങ്ങളുടെ അടുത്ത് റീസൺ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ റീസൺ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കോൺടാക്ട് അധികം ഒന്നും കിട്ടുന്നില്ല, അവർ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ആ സിറ്റുവേഷൻസ് അവർക്ക് മാറുന്നുണ്ട്. അവർക്ക് ന്യൂ പ്രൊജക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. പുതിയ തുടക്കമാണ് അവരുടെ ലൈഫിൽ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം മെയിൻലി അവർക്ക് ഒരു ഡിസയറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. സോ ആ ഗ്രോത്തിൻ്റെ കൂടെ, അതായത് ഇത്രയും നാളും നഷ്ടം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നഷ്ടത്തിൻ്റെ ഇടയിൽ സ്ട്രെസ് ആകുമ്പം, ഓവറായിട്ട് സ്ട്രെസ് ആകുന്ന സമയത്ത് ഈ പേഴ്സൺ മാറ്റി നിർത്തുമായിരുന്നു നിങ്ങളെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പം എന്താ സ്റ്റെബിലിറ്റി വരുന്ന സമയത്ത് അവരുടെ ഗോളായിട്ടുള്ള നിങ്ങളെയും അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ആൻഡ് അതുപോലെ ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെമിനിൻ എനർജി ആയിരിക്കാം ഭൂരിഭാഗം എന്ന് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. വുമൻസ് മാത്രം എന്നല്ല, ലേഡീസ് മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം സെൻസിറ്റീവായിട്ടുള്ള ലേഡീസ് എന്ന് പറയുമ്പം പെട്ടെന്ന് ഇമോഷണലി കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഫീലിങ്സ് വരുന്ന ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഒരു മെയിൽ എനർജിയിലും അങ്ങനെ പെട്ടെന്ന് ഫീൽ ആകുന്ന, അല്ലെങ്കിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്ന ആളുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾ ആരാണോ എന്താണോ ആ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എടുക്കുക. ആൻഡ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡ് തന്നെയാണ്. എഗെയിൻ കൺഫർമേഷനാണ്. ഈ പേഴ്സൺ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അവർക്ക് പുതിയ ഫീലിങ്സ് നിങ്ങളടുത്തോട്ട് വരുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഒരു ലവ് ആണ്. മാരേജ് പ്രപ്പോസൽ കാർഡാണ്. സോ അവരുടെ ഇൻഡ്യൂഷനിൽ അവരിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്ലാരിറ്റി, ആ ഒരു ജസ്റ്റിസ് വന്നത് അതുകൊണ്ടാണ്. അപ്പം പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.